ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഇളം ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഷുഗറും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി 1.5 കപ്പ് മൈദപ്പൊടി എടുക്കുക. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഈ മൈദപ്പൊടിയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗീയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലോട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഈസ്റ്റിൻ്റെ മിക്സ് ഞാൻ മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് മാത്രം നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് 2ആയിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് പരത്തി കൊടുക്കുക. 1 ഇഞ്ച് കട്ടിയിലാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 1 ഇഞ്ചെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഡോണറ്റ് അത്രയും പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കുപ്പീൻ്റെ അടപ്പെടുത്തിട്ട് 3 എണ്ണാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കുപ്പീൻ്റെ അടപ്പെടുത്തിട്ട് ഒന്നാക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് ഡോണറ്റിൻ്റെ സെയിം ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡോണറ്റൊക്കെ മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുട്ടികൾ വാശി പിടിച്ച് ഡോണറ്റ് വേണമെന്നൊക്കെ കാര്യമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. വളരെ ഈസിയാണ് കേട്ടോ. ഓരോരോ ഡോണറ്റായിട്ടാണ് ഞാനിവിടെ പൊരിച്ചെടുക്കുന്നത്. അപ്പം വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സൂപ്പറായിട്ടുള്ള ഡോണറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഞാൻ എല്ലാ ഡോണറ്റും ഇങ്ങനെ പരത്തി പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ചോക്ലേറ്റിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പം അടിപൊളിയായിട്ടുള്ള ഡോണറ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.